ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ നെഞ്ചോട് ചേർത്ത് മീനാക്ഷി നിർത്തിയിട്ട്, എന്റെ പ്രിയതമേ, നീയാണ് എന്റെ സ്വർഗം, നീയാണ് എന്റെ എല്ലാം, നീ ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല, ഓ നീ എനിക്കായി പിറന്ന പെണ്ണാണ്, നിന്നെ കണ്ടുമുട്ടാൻ ഞാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി തലോടിയ ACP മൈഥിലി പറഞ്ഞ പച്ചക്കള്ളത്തിന്റെ പേരിൽ നമ്മുടെ മീനാക്ഷിനെ വെറുത്തിരിക്കുവാണ് ചെയ്യുന്നത്. അവർ തമ്മിൽ പിണങ്ങിയിരിക്കുവാണ്. മാത്രമല്ല, നമ്മുടെ ജയറാം എന്ന് പറഞ്ഞ അച്ഛൻ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് മകൾ കണ്ണീര് കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ന്യായം ചോദിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഒരു കടാര കുത്തി ഇറക്കിയിരിക്കുവാണ് നമ്മുടെ കാർത്തിക്. ACP ചോദിക്കുവാണ്, പണ്ട് വല്യമ്മാവൻ മാധുരി അമ്മാവയും കൊണ്ട് ഓടിപ്പോയപ്പോൾ ഇത് തന്നെ അല്ലേ സംഭവിച്ചത്? എന്നിട്ട് മുത്തശ്ശി എന്താണ് പിണക്കം മാറ്റി ഇവിടെ സ്വീകരിച്ചില്ലേ? അപ്പോൾ ഇതും കുഴപ്പമില്ല എന്ന് നമ്മുടെ കാർത്തിക് എന്താണ് ജയറാമിനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ കണ്ടതാണ്, അവള് കിണറ്റി ചാടാൻ പോയി, അവളെ പിടിച്ച് എന്താണ് കരയിലേറ്റുമ്പോ അവള് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എല്ലാരും പറയുന്നല്ലോ, ഓടിപ്പോയി 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 എന്ന് പറയുന്നല്ലോ. ഞാൻ ഓടിപ്പോവാനും വൈശാഖുമായിട്ട് ഞാൻ സ്നേഹം ഉണ്ടാവാനും കാരണം ഈ നിൽക്കുന്ന മീനാക്ഷിയാണെന്ന് പറഞ്ഞ എന്ത് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. എല്ലാരും ഞെട്ടി നിൽക്കുന്നതായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മുടെ സാവിത്രി വിട്ടുകൊടുത്തില്ല. സാവിത്രി പറയുന്നുണ്ട്, ചി നിർത്തടി, എന്റെ മരുമകളെ കുറിച്ച് നീ കള്ളം പറയുന്നോടി. സാവിത്രി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ കോളനത്തൊന്ന് പൊട്ടിച്ചു. ആ കാർത്തിക് ആ എന്ന് വിളിക്കുവാണ് കടി കിട്ടിയിട്ട്. ഉടനെ കാർത്തിക് എഴുന്ന് ചാടുക. അമ്മേ അമ്മേ, എന്താ അമ്മേ? എടാ നീ മിണ്ടരുത്, നീ മിണ്ടിയാൽ നീയും തല്ല് മേടിക്കും എന്ന് പറഞ്ഞു. എടി, നീ മീനാക്ഷിയും കാർത്തികനും തമ്മിൽ അടുപ്പിക്കാൻ പല വേലകൾ ഇറക്കുമെന്ന് എനിക്കറിയാം. അതിവിടെ ചെലവാകത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിവിടെ ചെലവാകത്തില്ല. എടി, മീനാക്ഷി എന്റെ മരുമകൾ മാത്രമല്ലടി, എന്റെ ആങ്ങൾ ഇവിടെ മകളും കൂടിയാണ് അവള്. അതുകൊണ്ട് നീ അവളുടെ വിക്കറ്റ് തെറിപ്പിക്കാൻ നീ നോക്കിയാൽ അങ്ങനെ തെറിക്കുന്നതല്ലടി ആ വിക്കറ്റ്. അവളുടെ വിക്കറ്റ് തെറിപ്പിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കത്തില്ലടി എന്ന് നമ്മുടെ സാവിത്രി പറയുവാണ് ചെയ്യുന്നത്. ഇത് കേട്ടോണ്ട് എന്താണ് പറയുന്നുണ്ട്, എടി അവള് ചെമ്പാമംഗലത്തെ കുട്ടിയാടി. എടി നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? എടി അവൾ ഇവിടുത്തെ ചെമ്പാമംഗലത്തുള്ള കുട്ടിയാണെന്ന് പറയും. അപ്പോഴത്തേനും ഇവളങ്ങോട്ട് കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് സത്യമാ, ഞാൻ പറയുന്നത് സത്യമാ, അത് തിരിച്ചറിഞ്ഞാൽ കാർത്തികിന് കൊള്ളാമെന്ന് കാർത്തികിന്റെ മുഖത്തോട്ട് നോക്കി പറയുവാണ്. അപ്പോഴത്തേന് കാർത്തിക് അതെല്ലാം കേട്ട് കാർത്തികിന്റെ മുഖം കണ്ടാൽ അറിയാം. കാരണം ഇന്ന് വരെ സ്നേഹിച്ച് എന്താണ് മീനാക്ഷി പറഞ്ഞതൊന്നും സത്യമല്ല, അവള് പറഞ്ഞാണ് സത്യം എന്നുള്ള. കാരണം ഒരു അലവലാദിയുടെ കൂടെ എന്താണ് ഓടിപ്പോയിട്ട് അവള് പറഞ്ഞ സത്യവും വിശ്വസിച്ചുകൊണ്ട് കാർത്തിക് ഇരിക്കുവാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് നമ്മുടെ മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. അപ്പോഴത്തേന് മുത്തശ്ശി പറഞ്ഞു, എടാ നീ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം, നീ എവിടുന്ന് വന്നോ അവിടെ കൊണ്ടുവന്ന് ഇവളെ എന്ത് ചെയ്യണം, പറഞ്ഞു വിട്ടോണം എന്ന് പറയും. അപ്പോഴത്തേനും ഇവനൊന്നും മിണ്ടത്തില്ല, എവിടെ പറഞ്ഞു വിടാന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് ACP എടുത്ത് മുത്തശ്ശി പറയും, കാർത്തിക് നിന്നോട് ഞാനാ പറയുന്നത്, നിന്റെ മുത്തശ്ശിയാ പറയുന്നത്, ഇവളെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് എന്താ അറിയടി, നീ എന്താടി പറയുന്നെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവളുടെ അടുത്തോട്ട് ചാടി വന്നിട്ട്, നിർത്തടി, എന്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന് നീ വെറും പിച്ചക്കാരിയായി എന്റെ കുഞ്ഞുങ്ങളെ തമ്മിൽ പടവെട്ടിക്കാൻ നോക്കുന്നോടി, നീ കൊള്ളാവല്ലോടി എന്ന് പറയും. അപ്പോഴത്തേന് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, ഇവളൊരു സാധാരണ പെണ്ണൊന്നുമല്ല, ഇവളുടെ മനസ്സ് നിറയെ വിഷമുള്ള ഒരു അസാധാരണ പെണ്ണാണ് ഇവള്. ഇവളൊരു അസാധാരണമായ സ്ത്രീയാണ്. സ്വന്തം കുഞ്ഞിനെ വരെ ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയ ഇവളാണോ കാർത്തിക് നല്ലവള്? മീനാക്ഷിയെ കുറിച്ച് ഇവള് പറയുമ്പോൾ ഇത്രമാത്രം എന്താണ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവന്റെ മുഖം കണ്ടാൽ തന്നെ എല്ലാവർക്കും എന്താണ് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി വിട്ടില്ല. മുത്തശ്ശി അങ്ങോട്ട് പോയി അവളെ കയ്യിൽ അങ്ങോട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് റോഡിലോട്ട് അതായത് ആ മുറ്റം കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴത്തേനും കാർത്തിക്, മുത്തശ്ശി മുത്തശ്ശി എന്താണ് മുത്തശ്ശി ചെയ്യുന്നത്? വിട് മുത്തശ്ശി, വിട് മുത്തശ്ശി, മുത്തശ്ശി വിടാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കൈ കയറി പിടിച്ചിട്ട് അവിടെ അങ്ങ് തടഞ്ഞു നിർത്തുക ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് മുത്തശ്ശി നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താണ് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അത് മാറ്റണം. ഞാനൊരു വിഡ്ഢിയൊന്നുമല്ല, എല്ലാം തിരിച്ചറിയാനുള്ള ബുദ്ധിയും കാണാനുള്ള കണ്ണും എനിക്കുണ്ട്. ഈ മൈഥിലി എനിക്ക് ഇന്ന് ആരും തന്നെയല്ല. അപ്പോഴത്തേനും എല്ലാവരുടെയും മുഖത്തിനൊരു സന്തോഷം വന്നു. മീനാക്ഷി കുട്ടിക്ക് പാവം ആ മുഖം ഒന്ന് എന്തായി ഒന്ന് പിന്നെ പ്രകാശിച്ചു.
നന്ദിനിക്കും എല്ലാവർക്കും അത് തന്നെ. സാവിത്രിക്കും ഒരു സമാധാനം കൊണ്ട് അവരെല്ലാം കൂടെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ ആക്കുന്ന കണക്ക് നിൽക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളോട് എനിക്കൊരു ദയ തോന്നി, ഇവൾ എന്റെ ഹൃദയത്തിലേ ഇല്ല, ഇവൾ എന്റെ ആരുമല്ല ഇപ്പോൾ. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇവളെ എനിക്ക് ഇവിടുന്ന് എന്താണ് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. കാരണം ഇവളെപ്പോഴും ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പൊ ഞാൻ എങ്ങനെ ഇവളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടും? അതുകൊണ്ട് എന്റെ മനസ്സിൽ മറ്റൊന്നും തന്നെ ഇല്ല, അതാണ് കാരണമെന്ന് പറയും. ഇനി ഇവൾ എന്റെ വെറും ഫ്രണ്ട് മാത്രമാണ് എന്ന് മുത്തശ്ശി എന്ന് പറയും. ഇനി ഇവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് അവളുടെ നാശത്തിനാണെന്ന് പിന്നെ മൈഥിലിയെ നോക്കിയിട്ട് എന്തുവാ പറയുകയോ ചെയ്യുന്നു. ഇനി ഒരിക്കലും ഞാൻ എന്താണ് ഇവളുമായിട്ട് എന്താണ് ഒരു ബന്ധത്തിനുമില്ല, ഇവളെ ഞാൻ സ്വീകരിക്കത്തുമില്ല എന്ന് ഇവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുത്തശ്ശി ഇനി ആരെന്ത് പറഞ്ഞാലും അവൾ ഇവിടെ തന്നെ കുറച്ച് ദിവസം ഉണ്ടാവും. അവളുടെ മനസ്സൊന്ന് നോർമലായി കഴിയുമ്പം അവൾ അങ്ങ് താനെ എന്തായിക്കോളും പൊക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ACP എന്താണ് അവളെ വീണ്ടും അകത്തോട്ട് കയറ്റുവാണ്. മൈഥിലി, നീ അകത്ത് കയറിപ്പോ എന്ന് പറയണം. ഇത് കേട്ട മൈഥിലി വളരെ സന്തോഷത്തോടെ അങ്ങ് ചിരിച്ചങ്ങ് തുള്ളി ചാടിക്കൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പോയിട്ട് പിന്നെ കാണിക്കുന്നത് ഇവൾ അവിടെ കട്ടിലിൽ പോയി ഇരുന്നിട്ട് ഇവള് പറയുവാണ്, ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല, മീനാക്ഷിനെയും കാർത്തികനെയും തമ്മിൽ അടുപ്പിക്കും, അവരെ തമ്മിൽ ഞാൻ പിണക്കും. ഇപ്പോഴേ അവരുടെ മനസ്സിൽ ഒരു പോറൽ എന്താണ് വീണിട്ടുണ്ട് ACPയുടെ മനസ്സിൽ. കാർത്തികിന്റെ മനസ്സിൽ ഞാൻ മാത്രമായി തീരും. ഈ കുടുംബം ഞാൻ കുളം തോണ്ടും, എന്നിട്ട് മീനാക്ഷിനെയും കാർത്തികനെയും തമ്മിൽ ഞാൻ ഇവിടുന്ന് തെറ്റിച്ച് എന്നേക്കുമായി അവരെ എന്താക്കും, ഞാൻ പിരിയും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന എന്താ പറയുക, നമ്മുടെ മാലതി എന്താണ് പിന്നെ അകത്തോട്ട് ഓടിപ്പോയിട്ട് കുറെ വെള്ളം എടുത്ത് മടമടന്നും കുടിക്കുവാന്ന് കുപ്പി വെള്ളം. അപ്പോഴാണ് നമ്മുടെ ജഗദീഷ് അങ്ങോട്ട് കയറി വരുന്നത്. ആ കുടിയടി, നിനക്ക് ഭയങ്കര ദാഹം കാണും, നീ മടമടാന്ന് എടുത്തു വെച്ച് കുടി, മൊത്തവും വെള്ളവും കൂടെ കുടി എന്ന് പറയും. നിന്റെ ആങ്ങള അലവലാതി, അവൻ കാരണമാണ് ഈ എന്റെ കുടുംബത്തിന് ഇന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. നീയാണ് അവൻ ഒരേ ഒരു അളിയനല്ലേ, പുളിയനല്ലേ, മാങ്ങാത്തോലിയല്ലേ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് ഈ പെരക്കകത്ത് നീയാണ് കയറ്റിയത്. പിന്നെ അന്ന് എനിക്ക് സാരമില്ല, എതിർക്കാൻ പറ്റിയില്ല, അവൻ കാരണമാണ് ഇന്ന് ഈ കുടുംബത്തിൽ ഇത്രമാത്രം അവമാനം ഉണ്ടായിരിക്കുന്നത്. എടി, അവന് എന്റെ കയ്യിൽ കിട്ടിയ നിന്റെ അമ്മ ഇവിടെ കിടന്ന് അലച്ചിട്ട് പോയ താരകപ്പണിക്കരും നിന്റെ അച്ഛൻ കോന്തനും അവനെയും ഞാൻ കയ്യോടെ പോക്കി എവിടെ കിട്ടിയാലും ഞാൻ എല്ലാത്തിനെയും ഇടിച്ചിരിക്കുന്നു. അപ്പോഴത്തേന് ഇവൾക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ അവര് ചെയ്ത് തെറ്റിന് എന്തിനാണ് അവന് കുറ്റം പറയുന്നത്? എന്ത് പറഞ്ഞാൽ ഇവളെ എന്തിനാ കുറ്റം പറയേണ്ടത്? അവന്റെ കൂടെ നിൽക്കാൻ വയ്യാതല്ലയോ ഇവൾ ഓടിപ്പോയത് വീണ്ടും. പിന്നെ എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത്? എന്റെ അമ്മയും അച്ഛനും എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത്? എടി, മിണ്ടരുത്. നിന്റെ അമ്മയും അച്ഛനും, നിന്റെ താരക പണിക്കർ നിന്റെ അമ്മയും നിന്റെ ഒരു അച്ഛനും നിന്റെ ഒരു അലവലാതി ആങ്ങളെയും അവനെ കാണാൻ നീ എന്താടി ഇപ്പൊ കാണുന്നുണ്ടോടി? ഓ ഇല്ല ജ്യോതിഷേട്ടാ, കാണുന്നില്ല. എടി, നിന്റെ വീട്ടിലെങ്ങാനും ഞാൻ അറിയാതെ നീ പോയിട്ടുണ്ടോടി? ഇല്ല, അതിന് എന്റെ വീട്ടിലോട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ട് വേണ്ടേ എന്ന് വലിയ സന്തോഷത്തോടെ ഇപ്പൊ അങ്ങ് പറഞ്ഞു വിടുന്നുള്ള വിധത്തിലേടി നിന്റെ ആങ്ങളക്കാരനെ വിളിച്ച് പറയണം, ഈ അലവരാതിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയണം. ഞാൻ എന്തോ ചെയ്യും? ഞാൻ എങ്ങനെ പറയാൻ പറ്റും? നീയും ആ തന്തയുടെയും ആ താരകപ്പണിക്കർ എന്ന അലവലാതിയുടെയും മോളല്ലയോടി. നീ ഇപ്പൊ എന്റെ കൂടെ കൂടിയതിനു ശേഷം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നീ ഇച്ചിരി കുറച്ചെന്താണ് ഒതുങ്ങിയിരിക്കുന്നത്. എന്നാലും ചില സമയത്ത് നീ അങ്ങ് പത്തി വിരിക്കും. പക്ഷെ ആ പത്തിക്കിട്ട് ഞാൻ അടി തരുന്നത് കൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നേ താന്ന് നിൽക്കുന്നത്. നിന്റെ തരികിട പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഞാനൊരു കാര്യം നിന്നോട് പ്രത്യേകം പറയാം. ഈ അലവലാദീനെ, ഈ നശൂലത്തിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നീ എന്താക്കണം, അടിച്ച് പുറത്താക്കണം. നിന്റെ ആങ്ങളുടെ കൂടെ ഓടിപ്പോയ മൈഥിലി എന്ന നിന്റെ നാത്തൂനെ എങ്ങനെയെങ്കിലും അടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ സത്യം ഞാൻ പറയുവാണ്, നീ ഇന്നലെ വരെ ഇവിടെ കാണിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞാൻ ക്ഷമിക്കും. പിന്നെ ഞാൻ നിന്നെ ഒന്നും പറയത്തില്ല. നീ ശ്രമിക്കണം, ഈ അലവലാദിനെ ഇവിടുന്ന് നീ ഒന്ന് ഇറക്കി തരണമെന്ന് പറയും. അങ്ങനെ പോവായിരുന്നു. അപ്പോഴത്തേനും അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇവളെ എങ്ങനെ ഇവിടുന്ന് ഇറക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് എന്താണെന്നറിയോ, രാത്രി സമയമായി നമ്മുടെ ACP ഇങ്ങനെ പൂമുഖത്ത് ആ തോട്ടത്തിന്റെ അവിടെ പോയി എന്ത് ചെയ്യുക, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ മീനാക്ഷി കുട്ടി എന്താണ് ചെന്ന് അടുത്തോട്ട് എന്നിട്ട് പറഞ്ഞു, ACP വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ തോളത്തോട്ട് കൈ തൊട്ട്, ACP ഉറങ്ങണ്ടേ, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എനിക്ക് ഉറക്കം വരുന്നില്ല മീനാക്ഷി.
അതെന്താ എന്ന് ചോദിച്ചിട്ട് അപ്പം വീണ്ടും കുറച്ചും കൂടെ അങ്ങോട്ട് ACP മാറി പോവായിരുന്നു. അപ്പൊ ഇവള് വീണ്ടും എന്താണ് പിന്നാലെ പോയിട്ട് മുഖത്ത് നല്ല, അതായത് എനിക്ക് പിണക്കമൊന്നും ഇല്ല എന്നുള്ള വിധത്തിൽ ഇവിടെ നല്ലൊരു ചിരി മുഖത്ത് ചിരിച്ചിട്ട് പറഞ്ഞു, ACP എന്ത് പറ്റി, എന്ത് ചിന്തിക്കുന്നത്? അപ്പോഴും ഒന്നുമില്ല മീനാക്ഷി എന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് വീണ്ടും ഇവള് ചോദിക്കുന്നുണ്ട്, എനിക്കറിയാം അവള് പറഞ്ഞ ആ കള്ളത്തരത്തെ കുറിച്ച് എന്താണ് ആലോചിച്ചുകൊണ്ടല്ലയോ എന്നോട് ഈ എന്ത് ചെയ്യുന്ന പരിഭ്രമം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, മീനാക്ഷി നീ എനിക്ക് ഇച്ചിരി സ്വസ്ഥത തരണം, നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്, എനിക്ക് ഇച്ചിരി സ്വസ്ഥത വേണം, എനിക്ക് പല ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് എന്നോട് പറ, എന്താണെന്ന് പറ, ഞാൻ ACPയുടെ ഭാര്യയല്ലേ, എന്നെ അറിയിപ്പിക്കണ്ടേ, നിന്നെ അറിയിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോ ഇല്ല അവളാണെങ്കിൽ ജനൽ വഴി ഇതെല്ലാം എന്താണ് നോക്കിക്കൂടെ നിൽക്കുക. എന്നിട്ട് പറയാ, ആഹാ ഞാൻ ACPയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത ആ മുറിവ് അങ്ങ് ACPക്ക് നല്ല കൊണ്ടുപോയി. ഇപ്പോഴേ ഇവരെന്താണ് പണി തുടങ്ങിക്കഴിഞ്ഞു, ഇപ്പോഴേ ഇവർക്ക് തമ്മിൽ അകലം ഉണ്ടായിരിക്കുവാണ്, അകൽച്ച പാലിച്ചിരിക്കുവാണ്. ഇനി ഇവരെ തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ വെറുപ്പിച്ച് മീനാക്ഷിനെ ഇവിടുന്ന് എന്താണ് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് ഞാനിവിടെ ആധിപത്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ മുഖമെല്ലാം ഇങ്ങനെ വെച്ചിട്ട് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ച് എന്ത് ചെയ്യുക നിൽക്കുവാണ് ചെയ്യുന്നത്. മീനാക്ഷി അന്നേരം പാവം എന്താണ് ഇത് പറഞ്ഞിട്ട് നീ എന്റെ അടുത്ത് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ACP അങ്ങ് അവിടുന്ന് മാറിപ്പോയെന്ന് മീനാക്ഷി ഇതെന്തൊരു കഷ്ടമാണെന്നുള്ള മട്ടിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാണ് ചെയ്യും. പിറ്റേന്ന് രാവിലെ ചെമ്പകമംഗലത്ത് നമ്മുടെ ജയറാമും നന്ദിനിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം പറയുന്നുണ്ട്, അപ്പം ACPയെ കാണണമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയറാം. അപ്പോഴാണെങ്കിൽ നന്ദിനി പറയുവാണ്, ജയേട്ട ഞാനൊരു കാര്യം പറയാം, അവനോട് ഇതൊന്നും കാര്യം പറഞ്ഞ ജയേട്ട എന്ത് ചെയ്യരുത്, മുഷിയരുതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജയറാം പറയുന്നുണ്ട്, ദേവി എന്നായാലും ഞാൻ അവനോട് സംസാരിക്കേണ്ട കാര്യമല്ലേ ഇത്, അവൻ എൻ്റെ മരുമകനല്ലേ, മാത്രമല്ല അവൻ എൻ്റെ മകനായിരുന്നു, ഇപ്പൊ അവന്റെ മരുമകനും കൂടെ ആയിട്ട് എന്റെ മോളുടെ ഭാവിയല്ലേ, എന്റെ മോളല്ലേ അനുഭവിക്കുന്നത്, അവളുടെ സങ്കടങ്ങൾ ഞാൻ അവനോട് ചോദിക്കണ്ടേ എന്ന് പറയും. സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്താണ് നമ്മുടെ ACP അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വല്യമാവൻ എന്നെ അന്വേഷിച്ചോ എന്ന് പറയും. അന്വേഷിച്ചു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ടിയിരുന്ന കാര്യം അല്ലായിരുന്നു ഇത്, നമ്മൾ തമ്മിൽ ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു, കാരണം നീ എൻ്റെ മകനായിരുന്നു, ഇപ്പൊ നീ എൻ്റെ മരുമകനും കൂടെ ആണെന്ന് പറയും. ഇപ്പോഴല്ലേ കുറച്ചും കൂടെ എന്താണ് അധികാരമായത്. അപ്പൊ അമ്മാവൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, അമ്മാവൻ എന്താണ് ചോദിക്കാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് നിനക്കറിയാം. ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്താണ് ചോദിക്കാനുള്ളത്. ഞാൻ ചോദിക്കുവാണ്, എന്തിനാണ് മൈഥിലിയെ നീ ഇവിടെ കൊണ്ടുവന്നത് താമസിപ്പിച്ചിരിക്കുന്നു ചോദിക്കും. അന്നേരം പറയും, അതറിയാമല്ലോ അവളെ എന്തിനാണ് കൊണ്ട് താമസിക്കുന്നത്, എൻ്റെ മകൾ മീനാക്ഷി, നീ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മകൾ മീനാക്ഷിക്കൊരു അപമാനവും സങ്കടവും വിഷമവുമാണ്, നീ അത് ചെയ്യാൻ പാടില്ല. ഒരു ഭാര്യ ഇവിടെ ഇരിക്കുമ്പോൾ ഓടിപ്പോയ അവളെ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പൊ അന്നേരത്തിന് ഇവൻ പറയും, എനിക്ക് മനസ്സിലാവും, ഞാനിവളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു പെണ്ണ് ഇവിടെ വിട്ടുകഴിഞ്ഞാൽ അവൾ എന്താണ് എങ്ങനെ നോക്കിയാലും അവൾ ആത്മഹത്യ ചെയ്യും. അപ്പം ആത്മഹത്യ ചെയ്യുന്ന ഒരു പെണ്ണിനെ ഞാൻ അങ്ങനെ വിട്ടുകളയാൻ പറ്റൂ? അപ്പൊ എന്താണ്, മാത്രമല്ല എൻ്റെ മകൾ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് അവളോട് പറയാൻ പറ്റത്തില്ല, എൻ്റെ മകളോട് എനിക്ക് പറയാൻ പറ്റത്തില്ല, മോളെ നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാൻ എനിക്ക് ഇച്ചിരി മടിയുണ്ടെന്ന് പറയും. അപ്പത്തേനും ജയറാമിന് ദേഷ്യം വരും. ജയറാം പറയും, അമ്മ കണ്ടവന്റെ കൂടെ ഓടിപ്പോയെന്ന് പറയുന്നതിനേക്കാളും അന്തസ്സല്ലേ അമ്മ ആത്മഹത്യ ചെയ്യുന്നെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവനങ്ങ് ദേഷ്യം അങ്ങ് വരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അന്നേരം മുമ്പ് ഒന്നും മിണ്ടുന്നില്ല. അപ്പം ജയറാം വീണ്ടും പറയുക, മോനെ കാർത്തിക്, നീ ഇവളെ കൊണ്ടുപോയി കാര്യകാരണങ്ങളെല്ലാം പറഞ്ഞ് നിന്റെ സുപ്പീരിയർ ഓഫീസർമാരുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവൾ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറയിരിക്കുവാണ് എന്ന് പറഞ്ഞ് ഇവളെ അവിടെ ഹാജരാക്ക്. എന്താണ് അവളുടെ വീട്ടുകാരെ എന്താണ് അറിയിപ്പിക്കട്ടെ, അവളുടെ അച്ഛൻ വലിയ പ്രമാണിയല്ലേ, അദ്ദേഹം അവൾ അങ്ങോട്ട് കയറ്റത്തില്ല, എന്നാലും അവരെന്താന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറയും. ഈ സമയത്ത് എന്താണ് അവൾ കഥകിന്റെ അവിടെ വന്നിന്ന് ഇവളെല്ലാം കേട്ടോണ്ട് നിൽക്കുവാണ് ചെയ്യുന്നത് മൈഥിലി. അപ്പോഴത്തേന് ഇവനങ്ങ് ദേഷ്യം വരിക ചെയ്യും. ഇവനങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പറയും, കൊള്ളാം,
വല്യമ്മാവൻ പണ്ട് മാധുരി അമ്മായിയുമായിട്ട് ഓടിപ്പോയപ്പം ഇതേ അനുഭവമല്ലേ എന്റെ ദേവമ്മയും എന്താക്കിയത്, വേദനിച്ചത്. അന്നേരം വല്യമ്മാവിന് പ്രശ്നമില്ലായിരുന്നല്ലോ. അങ്ങനെ പോയ വല്യമ്മാവിന് മുത്തശ്ശി ഇവിടെ എന്താണ് കേറ്റിയില്ലേ? അപ്പൊ അങ്ങനെ പോയ വല്യമ്മാവിന് മുത്തശ്ശി ഇവിടെ കേറ്റിയെങ്കിൽ ഇവിടെ അവള് നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അപ്പോഴത്തേന് ഇവക്കൊരു സന്തോഷം. ഇവള് ജനലിൽ കൂടെ പറയുവാണ്, ആടി വോളി, അങ്ങനെ കരണത്തടിക്കുന്ന മറുപടി കിട്ടി. ആഹഹാ. അതായത് ജയറാമിന്റെ അടുത്ത് പറഞ്ഞ ആ വാക്ക് എന്താണ് ഇവള് കേട്ട് ഡാഡി വോളി, കരണത്തടിക്കുന്ന മറുപടി തന്നെ എന്റെ കാർത്തിക് കൊടുത്തു എന്ന് പറഞ്ഞ സന്തോഷത്തിൽ പൂത്തുറങ്ങി നിൽക്കുവാണ്. അപ്പോഴത്തേനും ജയറാമിന് അങ്ങ് കലിയാണ് വരുന്നത്. ജയറാം പറയും, നീ കൂടുതൽ ന്യായങ്ങളൊന്നും ഇവിടെ എന്ത് ചെയ്യേണ്ട, നീ സംസാരിക്കണ്ട, നീ കാണിക്കുന്ന തെറ്റും കാര്യങ്ങളും മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ ഓരോ ന്യായങ്ങൾ പറയും. ഇതെനിക്ക് ഇവിടെ അംഗീകരിച്ചറിയാൻ പറ്റത്തില്ല. എടാ, ഞാൻ അവളുടെ അച്ഛനാടാ. നീ എന്നെ എന്താണ് വാക്കുകൾ കൊണ്ട് ഇതാക്കാൻ എന്നെ നോക്കുവാണെങ്കിൽ ഞാൻ ഒട്ടും അടങ്ങത്തില്ല. എടാ, അമ്മാവനേക്കാളും വലുതാടാ അച്ഛൻ. ഞാൻ എന്റെ മകളുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ, ഈ വീടിന്റെ മുറ്റത്ത് വീണ, ഞാൻ നിന്നെ ചുമ്മാ വിടുമെന്ന് കരുതണ്ടടാ എന്ന് പറഞ്ഞു മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഒരൊറ്റ പോക്കാണ് ചെയ്യുന്നത് ജയറാം. അപ്പോഴത്തേന് ഇവനാണെങ്കിൽ നന്ദിനിനെ ഇങ്ങനെ ഒരു രൂക്ഷമായിട്ട് ഇന്ന് വരെ, അതായത് വളർത്തമ്മ ആ ഇരുന്നിട്ട് കൂടെ ആ ഒരു ഇതല്ല അവന് കാണുന്നത്. ശത്രുവായിട്ട് എന്താണ് നന്ദിനിനെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുക. ഇതെല്ലാം കണ്ട് മൈഥിലി അങ്ങനെ സന്തോഷിച്ച് അഹഹ, ഇനി ഒന്നും പേടിക്കേണ്ട, നല്ല കൊടുക്കാനുള്ള ഉത്തരം തന്നെ കൊടുത്തു എന്റെ കാർത്തിക് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ കാണിക്കുന്നത് വീണ്ടും എന്താണ്, ചെമ്പാമംഗലത്താണ് കാണിക്കുന്നത്. നമ്മളെ രാജലക്ഷ്മിയും നന്ദിനിയും ഗിരിയും തമ്മിലുള്ള സംസാരമാണ്. രാജലക്ഷ്മി പറയുന്നുണ്ട്, എന്റെ ജയറാം കാണിച്ചത് എന്താണ് തെറ്റാണ്, അതെനിക്കറിയാം. അതിന്റെ പേരിൽ ഞാൻ അവനെ മാറ്റി നിർത്തി. 19 വർഷം ഞാൻ അവനെ ഇരിക്കപ്പിണ്ടം വെച്ച് മാറ്റി നിർത്തിയിരിക്കുവാണ്. ഇനി അവൻ ഇങ്ങനെ ഒരു പ്രശ്നം എന്നാണ് വന്നപ്പോൾ അവന്റെ സങ്കടങ്ങൾ എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. ഞാനൊരു അമ്മയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മുടെ നന്ദിനി പറയുന്നു, അമ്മയ്ക്ക് ജയേട്ടനോട് സ്നേഹം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാത്ത വഴിപാടുകളില്ല, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഗിരി അവളെ ഒന്ന് നോക്കുവാണ്. കാരണം ഇത്രയും നല്ല സ്വഭാവം എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കുവാണ്. നമ്മളിപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അന്നേരത്തേനും പിന്നെ രാജലക്ഷ്മി പറയുവാണ്, അവനൊരു തെറ്റ് ചെയ്തു എന്റെ മോൻ എന്ന് പറഞ്ഞ് ഇവനും ഇങ്ങനെ തന്നെയാണോ ഈ തെറ്റ് ആവർത്തിക്കുന്നത്? അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ശരിയായ കാര്യമാണോ? അതെനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ശക്തി ഇല്ലാത്തതൊന്നല്ല അവളെ പിടിച്ച് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ മുത്തശ്ശിയുടെ നേരെ എതിർത്ത് വല്ലതും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാനും അവനും തമ്മിൽ ഒന്ന് മിണ്ടുക പോലും ഇല്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ അടങ്ങി പോകുന്നത് എന്ന് പറയും. അപ്പൊ ഇതിന് ഗിരി പറയും, ഇത് നമുക്ക് ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, ആരുമായിട്ട് ശത്രുത വെക്കണ്ട, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യണം. അപ്പം നന്ദിനി പറയുന്നു, നമ്മുടെ മീനാക്ഷി കുട്ടിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അവള് മനഃപൂർവ്വം ഇവിടെ വന്ന് അമ്മയെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. എനിക്ക് പേടിയാവുന്നു. ഇവള് കാരണം നമ്മുടെ മീനാക്ഷി കുട്ടിയുടെ ജീവിതം എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. കാർത്തിക് കാണിക്കുന്ന മുഴുവൻ തെറ്റാണ് അമ്മേ, ശരിയാണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ മീനാക്ഷി വരുന്നുണ്ട്. അപ്പം ചോദിക്കും, മീനാക്ഷിയുടെ മുഖമെല്ലാം വാടിയിരിക്കുന്നു. നന്ദിനി ചോദിക്കും, എന്താ മോളെ? ഒന്നുമില്ലമ്മേ, കാർത്തികിന് അവള് പറഞ്ഞതങ്ങ് കാർത്തികിന് ഏറ്റിരിക്കുവാണെന്ന് തോന്നുന്നു. ഇന്നലെ പറഞ്ഞില്ലേ വൈശാഖിന്റെ കൂടെ ഓടിപ്പോവാൻ കാരണം ഞാനാണെന്ന്. അവള് പണ്ട് പറഞ്ഞിട്ട് പോയെങ്കിലും അത് കാർത്തികിന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയതാണ്. ഇപ്പൊ എന്താണ് വീണ്ടും കാർത്തികിന്റെ മനസ്സിലത് ആഴത്തിലേക്ക് വന്നിരിക്കുവാണ്. എന്നോടൊന്ന് മിണ്ടുകയോ ഒന്ന് സംസാരിക്കുകയോ പോലും ചെയ്യുന്നില്ല. എന്റെ ഇന്ന് ആഹാരം മേടിച്ച് കഴിക്കുകയോ മിണ്ടുക പോലും ചെയ്യുന്നില്ല. ഇതെന്ത് ചെയ്യുന്നുള്ള ത്തില് എല്ലാവരും എന്താണ് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.